ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. സൂ ഫ്രം സോ എന്ന് പറഞ്ഞിട്ടുള്ള പടം കേരളത്തിൽ നിന്ന് ഇതുവരെയായിട്ട് 1.8 കോടിയുടെ മുകളിലേക്ക് കളക്ഷൻ നേടിയിട്ടുണ്ട്. പടത്തിന് നല്ല അഭിപ്രായം ആയതുകൊണ്ട് തന്നെ നല്ല കളക്ഷനാണ് പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ദ മാപ്പ് ദാറ്റ് ലീഡ്സ് ടു യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം വരുന്നുണ്ട് ആമസോൺ പ്രൈമിലൂടെ. അത് ഓഗസ്റ്റ് 20 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വെനസ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൻ്റെ സീസൺ 2 ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ലഭ്യമായിട്ടുണ്ടാവും. പിന്നെ ബൈസൺ കാലമാടൻ എന്ന് പറഞ്ഞിട്ടുള്ള മാരി സെൽവരാജ് എടുക്കുന്ന പടം. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള സമീർ നായർ കണ്ടിട്ടുണ്ട്. ഡയറക്ടേഴ്സ് കട്ടാണ് കണ്ടിട്ടുള്ളത്. ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഗംഭീരമായി വരും തന്നെ പ്രതീക്ഷിക്കാം മാരി സെൽവരാജ് ആയതുകൊണ്ട്. പിന്നെ സൺ ഓഫ് സർദാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള ദ പോപ്പോ സോങ് എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിൻ്റെ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ പെയ് ഹത്തൈ എന്ന് പറഞ്ഞിട്ടുള്ള ഓഗസ്റ്റ് 29 റിലീസാണെന്നുള്ള അറിയിച്ചു. പിന്നെ മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ റിലീസ് ഓണത്തിനാണെന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. പിന്നെ ജയ് കെല്ലി എന്ന് പറഞ്ഞിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 5 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത ടീച്ചറായിട്ടാണ് തോന്നി, വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും ഓഗസ്റ്റ് 29 വളരെ റിലീസാകാൻ പോകുന്നത്. പിന്നെ മാസ് സിദ്ധരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒലേ ഒലേ എന്നുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സീതാരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇറങ്ങിയിട്ട് 3 വർഷമായിട്ടുണ്ട്. അപ്പോൾ 3 years എന്നുള്ള രീതിയിൽ 2 പോസ്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പർദ എന്ന് പറഞ്ഞിടത്തിലത്തെ എഗരയി നീ ഇറക്കാലെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ വിശംബര എന്ന് പറഞ്ഞിടത്തിൽ നിന്ന് ആഷിക രംഗനാഥിൻ്റെ ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. അതേമാതിരി സർദാർ 2 എന്നും ബർത്ത്ഡേ വിഷിന് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ സാഹസം എന്ന് പറഞ്ഞിടത്തിലത്തെ നറുത്തിങ്കൾ പൂ എന്നിട്ടുള്ള പാട്ടിൻ്റെ വീഡിയോ സോങ് ഇന്ന് 5 മണിക്ക് വരുന്നത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ ചക്രവർത്തി എന്ന് പറഞ്ഞിടത്തിലത്തെ മേഘം വർഷിഞ്ചട എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് അത് നാളെ 11:07 രാവിലെ പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ 7ാം തീയതി. പിന്നെ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു. ഇപ്പോൾ US എന്നുവെച്ചാൽ ഓവർസീസിൽ റെന്റിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ആമസോൺ പ്രൈമിലൂടെ. പിന്നെ ത്രിഭുവനധാരി ബാർബറിക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസ് ഓഗസ്റ്റ് 22 അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 2 പോസ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സുമതി വളവ് എന്ന് പറഞ്ഞ പടത്തിന് കേരളത്തിൽ നിന്ന് നല്ല കളക്ഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 8.5 കോടിയുടെ മുകളിലേക്ക് കളക്ഷൻ ആയിട്ടുണ്ട് ഇതുവരെയായിരിക്കും. പിന്നെ വേൾഡ് വൈഡ് ആയിട്ട് 12 കോടിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ ഘാട്ടി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ ഇന്ന് വരെ എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ ടൈം അറിയിച്ചിട്ടുണ്ട്. 4:45 ട്രെയിലർ വരാൻ പോകുന്നത്. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞ പടത്തിൻ്റെ 4 ദിവസത്തെ വീക്കെൻഡ് കളക്ഷൻ എന്നുവെച്ചാൽ തമിഴ്നാട്ടിലും കേരളത്തിൽ തമിഴ്നാട്ടിൽ 3.25 കോടിയാണ് നേടിയിട്ടുള്ളത്. കേരളത്തിൽ 1.52 കോടിയാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ 2 കാലത്തും കൂടിയിട്ട് 4.77 കോടിയാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കളക്ഷൻ തന്നെയാണ്. പിന്നെ പൃഥ്വിരാജിനെ വെച്ചിട്ട് ബേസിൽ ജോസഫ് ഒരു പടർക്കും എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അതൊരു ഹൊറർ കോമഡി രീതിയിലുള്ള പടമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. വലിയ ഉറപ്പൊന്നുമില്ലെങ്കിലും ചിലപ്പോൾ വന്നേക്കാം. പിന്നെ ദൃശ്യം 3 എന്ന് പറഞ്ഞിട്ടുള്ള പടം ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്. സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ട് ഇന്ന് ഷൂട്ട് തുടങ്ങും എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു നമ്മൾ. ഒക്ടോബറാണ് അവർ പറഞ്ഞിട്ടുള്ളെങ്കിലും എന്തായാലും ഈ പടത്തിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീടൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാർ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ചെറിയ ക്ലിംസ് പുറത്തിറക്കി വിടാൻ പോകുകയാണെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ഋതിക് റോഷനും NTR കൂടിയിട്ടൊരു ഡാൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഒരു പടത്തിൽ. അതിൻ്റെ ചെറിയ ക്ലിംസാണ് പുറത്തിറക്കി വിടാൻ പോകുന്നതെന്നുള്ളതാണ് കേൾക്കുന്നത്. ഈ ആഴ്ചയിൽ തന്നെ പുറത്തിറങ്ങുന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും നോക്കി വെക്കാം. പിന്നെ ഋതിക് റോഷൻ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ കൂലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ 9 days to go പോസ്റ്റർ ഉണ്ട്. ഇതാണ് പോസ്റ്റ്. സത്യരാജ്, രജനീകാന്ത്, ഉപേന്ദ്ര ഇവർ 3 ആൾക്കാരെയാണ് പോസ്റ്ററിൽ കാണിച്ചിട്ടുള്ളത്. ഒരു കുഴപ്പമില്ലാത്ത പോസ്റ്ററായിട്ടാണ് തോന്നിയത്. പിന്നെ UK ഇതിൻ്റെ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ 20,000 കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ കൂലി അൺലീഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ച് ഓഡിയോ ലോഞ്ച് എന്ത് വേണമെങ്കിലും പറയാം. അതിൻ്റെ ഇവൻറ്റിൻ്റെ വീഡിയോ ഒക്കെ ഓഗസ്റ്റ് 10 6 പുറത്തിടുന്നുള്ള അറിയിച്ചിട്ടുണ്ട് സൺ TVയിലൂടെ. എന്തായാലും വരട്ടെ. പിന്നെ ഈ പോസ്റ്റ് ഒരു ഫാൻമേഡ് എത്ര പോസ്റ്ററാണ്, നല്ല പോസ്റ്റർ ആയതുകൊണ്ട് ഞാൻ കാണിച്ചു മാത്രം. പിന്നെ പരശക്തി എന്ന് പറഞ്ഞതിൻ്റെ പൊള്ളാച്ചിയിലുള്ള ഷെഡ്യൂൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. നല്ല ഫോട്ടോ ആയിട്ടാണ് അല്ലെങ്കിൽ നല്ല സ്റ്റില്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ JSK ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ZEE5 ഓഗസ്റ്റ് 15 വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഒഫീഷ്യലായി അറിയിച്ചിട്ടുള്ളതാണ്. മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി അങ്ങനെ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. പിന്നെ കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള സെപ്റ്റംബറിൽ റിലീസാവുന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. മിക്കവാറും ലാസ്റ്റിലൊക്കെ ആയിട്ടായിരിക്കും. ഫസ്റ്റിൽ വരാൻ ചാൻസ് ഇല്ല. എന്തായാലും നോക്കി നോക്കാം. അല്ലെങ്കിൽ പിന്നെ സെപ്റ്റംബർ ആയിട്ട് ഒക്ടോബർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. കൂടുതൽ ഇപ്പോൾ കേൾക്കുന്ന സെപ്റ്റംബറിൽ തന്നെ വരും എന്നുള്ളതാണ്. പിന്നെ കൈദി 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ കഥ എഴുതിയിട്ടുണ്ട് ലോകേഷൻ രാജ്. അത് ഏകദേശം 30-35 പേജാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. കൈദിയുടെ ക്ലൈമാക്സിൽ ദില്ലിയിലൂടെയാണ് അവസാനിപ്പിച്ചത്. അതിനുശേഷം LCU തുടങ്ങി. അപ്പോൾ അതിലത്തെ കുറേ ക്യാരക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ കുറേ ക്യാരക്ടേഴ്സിനെ കൈദി 2 കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. ഗംഭീരമായി വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.